ഹലോ മൈ ഡിയർ ഓൾ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കാണിച്ചു തരാമെന്ന്. വേറൊരു അടുക്കളയിലേക്ക് പോവാം നമുക്കെന്ന്. അങ്ങനെ നമുക്ക് വേറൊരു അടുക്കളയ്ക്ക് പോവുകയാണ് കേട്ടോ. അത് 8th ഫ്ലോറിലാണ്, ഞാൻ 9th ഫ്ലോറിലാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് നമുക്ക് താഴത്തേക്കൊന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് താഴേക്ക് പോവാം. ഒരു സ്റ്റെപ്പായിട്ട് ഇറങ്ങിയിട്ട്. ലിഫ്റ്റിൽ എന്തിനാ പോകണല്ലേ, ഒരു ഫ്ലോറല്ലേ താഴേക്ക് ഇറങ്ങണ്ടു. ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ നാട്ടിലും വീട്ടിലിരുന്നിട്ടൊക്കെ കച്ചവടം ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പൊടികളും വെക്കളും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സ്ത്രീകളൊക്കെ ഉണ്ട്. അവർക്ക് ഒരു ഐറ്റവും കൂടിയിട്ട് ആയല്ലോ ഇതുപോലെ ചെയ്യാനേ. ഇപ്പോൾ വളരെ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, ഇതിന് കുറച്ച് സാധനങ്ങൾ മതി. പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമാണ്. ഒരുപാട് വിലയുണ്ടാവില്ല, എല്ലാ സാധാരണക്കാർക്ക് വരെ വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ ഡ്രിങ്കാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ഐഡിയയും കൂടിയിട്ട് കിട്ടുമല്ലോ അവർക്ക്. ഒരു ബിസിനസ്സും കൂടി ഇതിൻ്റെ കൂട്ടത്തിലായി പോയിക്കോളും. നല്ലതല്ലേ അങ്ങനെ? അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കൂടിയിട്ട് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നത് കേട്ടോ. ഇനി ഞാൻ അവിടെ പോയിട്ടൊന്ന് അവരുടെ ബെല്ലൊന്ന് റിങ് ചെയ്യട്ടെ അല്ലേ. ഇപ്പം ഞാൻ റിയയുടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ആ കുട്ടി ജെയിൻ കിച്ചൺ എന്ന പേരിൽ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ പൊടികളോ ലഡു അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പിലിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ കൊടുത്താൽ ആ കുട്ടി ഉണ്ടാക്കി തരും. ഇത് അങ്ങനെ അവൾക്ക് ഒരു 2 കിലോ സത്ത് ഉണ്ടാക്കാനുള്ള ഒരു ഓർഡർ കിട്ടിയതാണ്. അത് ഉണ്ടാക്കാൻ പോവുക അപ്പോൾ കേട്ടോ. അതിന് അവൾ ഉപയോഗിച്ചിരിക്കുന്നത് 2 കിലോ കടലപ്പരിപ്പും ഒരു 200 ഗ്രാം ഗോതമ്പും. ഇത് രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഇട്ട് മിക്സ് ചെയ്തിട്ട് അത് വെള്ളമൊക്കെ തളിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കണുണ്ട് കേട്ടോ. നന്നായിട്ട് നനയ്ക്കുന്നുണ്ട്. അത് കഴുകി എടുത്താൽ പോരെ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ ട്രഡീഷണലി ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് എന്ന്. അപ്പോൾ കഴുകി എടുക്കുന്ന കാര്യം ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് നനച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് അതിനകത്ത് ഇതിങ്ങനെ പരത്തിയിടും. അതൊന്ന് ഈർപ്പമൊക്കെ പോയി കിട്ടാനായിട്ട്. അങ്ങനെ ഈർപ്പമെല്ലാം പോയി കിട്ടിയതിന് ശേഷമാണ് അത് വറുത്തെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യണമെന്ന്. ഇതുപോലെ നന്നായിട്ട് പരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫാനിൻ്റെ താഴെ. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വെയിലത്തിടാൻ പറ്റില്ലല്ലോ ബാൽക്കണിയിൽ, മഴ വന്നാൽ നനഞ്ഞു പോലെ. അങ്ങനെ 1/2 മണിക്കൂർ ഫാനിൻ്റെ താഴെ ഇട്ട് ഉണക്കിയെടുത്തതിന് ശേഷം ഇനി റോസ്റ്റ് ചെയ്യാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇത് റോസ്റ്റ് ചെയ്യുന്ന രീതി നോക്കൂ. ആ പ്ലേറ്റ് കൊണ്ട്, ഇതൊരു നല്ല ടിപ്പാണ് കേട്ടോ. നമ്മൾ ഈ കയ്യിൽ കൊണ്ട് ചെയ്യുന്ന സമയത്ത് ചട്ടകം കൊണ്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ സ്ഥലവും ഒരുമിച്ച് വന്നൊന്നും വരില്ല, ബുദ്ധിമുട്ടിട്ടോ. ഇത് നല്ലൊരു പരിപാടിയാണ് അല്ലേ. നമുക്കൊക്കെ പല കാര്യങ്ങളും പല ആൾക്കാരിൽ നിന്നും പഠിക്കാൻ കിട്ടും കേട്ടോ. ഓരോരുത്തരും എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നോക്കിയിട്ടേ. ഇത് ഒട്ടും കരിഞ്ഞു പോരുത്. ഇടയ്ക്ക് ഒരെണ്ണമെങ്കിൽ കരിഞ്ഞു പോയാൽ അതെടുത്ത് മാറ്റണം. കരിയാനേ പാടില്ല. ഇടവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അവളൊരു 45 മിനിറ്റ്സ് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 45 മിനിറ്റ് ഇളക്കിയതിന് ശേഷമാണ് അത് ആ പരുവത്തിലേക്ക് എത്തിയത്. കണ്ടില്ലേ, ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി ഒരു റെഡിഷ് കളറായി തുടങ്ങി. കണ്ടില്ലേ. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആറാൻ വയ്ക്കും. ആ സമയത്ത് അതിൽ വല്ല കറുത്ത പോയ വല്ല പരിപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം പെറുക്കി കളയണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗ്രൈൻഡ് ചെയ്യുന്നതും കൂട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊടിച്ചെടുക്കുന്നത് അവരുടെ ഒരു ഡ്രൈ ഗ്രൈൻഡറിലാണ്. ഈ ഗ്രൈൻഡറിൽ എല്ലാം പൊടിച്ചെടുക്കാം നമുക്ക് കേട്ടോ. ഗോതമ്പ് അടക്കം നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു ഗ്രൈൻഡറാണിത്. ഇത് ഇവരൊക്കെ വീടുകളിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. പൊടിച്ചെടുത്തതിന് ശേഷം ഈ പൊടി ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. വലിയ വലിയ തരികളുണ്ടെങ്കിൽ മാറ്റാനാണ്. എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ, അതിന് മറക്കരുത്. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.